നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ച് 2 പേർ മരിച്ചു. പ്രത്യാശയുടെ നക്ഷത്രകിരണമായി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പെരിഞ്ഞനം ഈസ്റ്റ് ശാഖ കുടുംബസംഗമം നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവറും യാത്രക്കാരനും മരിച്ചു. ബസ് നാട്ടുകാർ തല്ലിത്തകർത്തു. നാട്ടിക പുത്തൻതോട് സ്വദേശി കറപ്പം വീട്ടിൽ അബ്ദുൾ സലാം, തളിക്കുളം സ്വദേശി റഫീഖ് എന്നിവരാണ് മരിച്ചത്. ദേശീയപാത 17 തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 4-നായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ ബസ് തല്ലിത്തകർത്തു. ബസ് കത്തിക്കുന്നതിനായുള്ള നാട്ടുകാരുടെ ശ്രമം വലപ്പാട് പോലീസ് സിവിൽ പോലീസ് ഓഫീസർ സിയാദ് തടഞ്ഞു. തൃപ്രയാറിൽ നിന്ന് നാട്ടികയിലേക്ക് പോകുകയായിരുന്ന അപകടത്തിൽപ്പെട്ട ഓട്ടോ ഇടിയുടെ ആഘാതത്തിൽ എതിർദിശയിലേക്ക് തെറിച്ചുപോയി. പൂർണ്ണമായി തകർന്ന ഓട്ടോയിൽ നിന്ന് നാട്ടുകാർ ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് 2 പേരെയും പുറത്തെടുത്തത്. അവയവങ്ങൾ പുറത്തു വന്ന നിലയിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ എക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് നിന്ന് അഡീഷണൽ TC കലാധരണം സംഘവും എത്തിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. ഗുരുവായൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ബനാസിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു. ഡ്രൈവറും കണ്ടക്ടറും സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. പ്രത്യാശയുടെ നക്ഷത്രകിരണമായി നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ലോകത്ത് സൃഷ്ടിച്ച ഈ ലോകത്തിന് ജന്മം നൽകിയ ക്രിസ്തുവിനെ ജനനത്തെ സഫലമാക്കുകയും ദിവസത്തെ പ്രാർത്ഥന നിർഭരമായ നോയമ്പിന് പരിസമാപ്തിയെത്തുന്ന ക്രിസ്മസിനെ വർണ്ണ നക്ഷത്രങ്ങളും LED നക്ഷത്രങ്ങളും വൈദ്യുത ദീപാലങ്കാരങ്ങളും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും പുൽക്കൂടുകളും ഒരുക്കിയാണ് വരവേറ്റത്. തിരുപ്പിറവി വിളംബരം ചെയ്തും ഗാനങ്ങൾ ആലപിച്ചും ക്രിസ്മസ് പാപ്പയുമൊത്തുള്ള കരോൾ സംഘങ്ങൾ വീടുകളിൽ എത്തി. ദേവാലയങ്ങളിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അനുസ്മരിച്ച് തിരുകർമ്മങ്ങളും ദിവ്യബലിയും നടന്നു. വളരെയധികം സന്തോഷമായി. കാരണം അവന്റെ കൂട്ടുകാരെല്ലാവരും വളരെ മനോഹരമായി പുൽക്കൂടുണ്ടാക്കുന്നു, മാലാഖമാരുണ്ടാക്കുന്നു, നക്ഷത്രം ഉണ്ടാക്കുന്നു, ഔസിപ്പിതാവിന്റെ മേരിയെ ഉണ്ണീശനൊക്കെ എടുത്തു വെക്കുന്നത് കാണുമ്പോൾ ഇവന്റെ മുന്നിൽ അസൂയകൾ മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ജോസേട്ടൻ അവന് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഉണ്ണി സെറ്റ്. അവന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷമാണ് അന്ന് അവൻ അനുഭവിച്ചത്.
അവൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ പുൽക്കൂടുണ്ടാക്കാനുള്ള പണികൾ ആരംഭിച്ചു. നക്ഷത്രങ്ങൾ ഉണ്ടാക്കി പുൽക്കൂടുണ്ടാക്കാനുള്ള വൈക്കോൽ അന്വേഷിച്ച് നടന്നു. ഇവിടത്തെ കുട്ടികൾ ഇന്ന് പുൽക്കൂടുകൾ ഉണ്ടാക്കിയതുപോലെ അങ്ങനെ അവൻ സുന്ദരമായ ഒരു പുൽക്കൂട് മെനഞ്ഞെടുത്തു. അങ്ങനെ ആ കരോൾ നടക്കുന്ന ദിവസം, അതായത് 24-ാം തീയതി കരോൾ ഗാനങ്ങൾ വരും. ഘോഷയാത്ര വരുന്നതിന് മുമ്പേ തന്നെ അവൻ ഉണ്ണി സെറ്റുകൾ ഓരോന്ന് എടുത്തു വയ്ക്കാൻ തുടങ്ങി. രാജാക്കന്മാർ, മാലാഖന്മാർ, ജ്ഞാനികൾ, ആട്ടിടയന്മാർ, ആടുകൾ, ഒട്ടകം, ഔസേപ്പിതാവ് മേരി. ഏറ്റവും അവസാനം ഒരു 10 പ്രാവശ്യമെങ്കിലും ഉമ്മ വെച്ച കാണും ആ ഉണ്ണീശോയ്ക്ക്. ചന്ദ്രാപിന്നി ഈസ്റ്റ് CLCയുടെ ആഭിമുഖ്യത്തിൽ പുൽക്കൂടും ക്രിസ്തുമസ് കരോളും സംഘടിപ്പിച്ചു. ക്രിസ്തുമസിന്റെ ഭാഗമായി പുൽക്കൂട് നിർമ്മാണവും നടത്തി. കയ്പമംഗലം 12 തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ചന്ദ്രാപിന്നി പെരുമ്പടപ്പ വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ അവതരിപ്പിച്ച ക്രിസ്തുമസ് ഗിഫ്റ്റ് എന്ന ലഘുനാടകം ശ്രദ്ധേയമായി. നന്നായിട്ടുണ്ടല്ലോ മോളെ, നീ ഇത് ഇപ്പോൾ തന്നെ എഴുതിയതാണോ? നമുക്കിത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. വേണ്ട അമ്മേ, ഈ കവിത എന്റെ അമ്മയെ ഓർത്തപ്പോൾ എഴുതിയതാ. അമ്മ ഇത് മുഴുവൻ കേൾക്ക്. ആരവിടെ അച്ഛനെ കുറിച്ചും രൂപക്കൂടിനെ കുറിച്ചും പുണ്യാളനെ കുറിച്ചൊക്കെ പറയുന്നേ? ഡയാന മോളാണോ അതോ ഡെയ്സി മോളാണോ? ഡയാന മോളാച്ചാ. ഇപ്പോഴും എപ്പോഴും അവിടത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് ഡയാന കുട്ടിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് ഡെയ്സി മോൾക്ക്. ഓ മെഴ്സിയച്ചിയെ, ഇതങ്ങ് അകത്തേക്ക് വെച്ചേക്ക്. എന്തിനാച്ചാ ഇതൊക്കെ? എന്റെ ജോലി കുർബാന ചൊല്ലല് മാത്രമാണെന്നാണോ ചേച്ചി കരുതുന്നത്? നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഞാനൊരു വൈദികനാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ക്രിസ്തുവിന്റെ മൂല്യത്തെക്കുറിച്ചും അവയവദാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചുമായിരുന്നു നാടകത്തിന്റെ ഇതിവൃത്തം. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ലഘുനാടകത്തിന്റെ രചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് അസിസിയാണ്. ഇടവകയിലെ 25-ൽ പരം കലാകാരന്മാരാണ് നാടകത്തിന് ജീവൻ നൽകിയിരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളായ ഔസേപ്പിതാവായി ആന്റണിയും, മറിയയായി ജെസ്സി ജെയിംസും, വികാരിയച്ഛനായി സണ്ണിയും, അമ്മയായി ഡോക്ടർ ഷൈനിയും, മക്കളായി ആൻസിയും സിസി ജോസും വേഷമിട്ടിരിക്കുന്നു. നാടകം ആസ്വദിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ കൂറ്റൻ നക്ഷത്രവും പുൽക്കൂടും ഉണ്ണിയേശുവിന്റെ തിരുപിറവിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു.
മത്സ്യബന്ധനത്തിനിടെ മുറിവെള്ളം മറിഞ്ഞ് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം സ്വദേശികളായ കിഴക്കേടത്ത് വീട്ടിൽ ഗിരീഷ്, പോണത്ത് വീട്ടിൽ പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ ഇവരെ പെരിഞ്ഞനം കുറ്റിലക്കടവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 10:45ഓടെയാണ് സംഭവം. എഞ്ചിൻ കേടായതിനെ തുടർന്ന് വെള്ളം ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. ഉടൻ തന്നെ മറ്റുള്ളവരെ അറിയിക്കുകയും അവർ തീരദേശ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുകയുമായിരുന്നു. സംഭവമറിഞ്ഞ് ബോട്ടുകളിലെത്തിയ പോലീസും കടലോര ജാഗ്രതാ സമിതി പ്രവർത്തകരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇടവേള.